ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് നിങ്ങളുടെ പേരാണ്, പരാതിയിൽ വന്നിരിക്കുന്നത് MS സൊല്യൂഷൻസിൻ്റെ പേരാണ്. എന്തുകൊണ്ടായിരിക്കും ആ പേര് മാത്രം വന്നത്? ഞാനൊരു ചെറിയൊരാളായതുകൊണ്ട് ഞാൻ കൊടുവള്ളിയിലെ ഒരു ചെറിയൊരു ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കിതുപോലെ കുറേ ഇൻവെസ്റ്റേഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു ട്രൈപ്പോഡ്, ഒരു മൊബൈൽ, ഒരു മൈക്കോ, ഒരു ബോയൻ്റെ ഒരു 850 രൂപയുടെ മൈക്കും വെച്ചിട്ടാണ് ഞാനിത് തുടങ്ങിയത്. അപ്പോൾ എനിക്ക് ഇത്രയും എന്താ പറയുക, എന്നെ മറ്റുള്ളവരുടെ കണ്ടിൽ എനിക്ക് ഇൻവെസ്റ്റ് ഇല്ല. അപ്പോൾ എൻ്റെ കഷ്ടപ്പാടായിരുന്നു എൻ്റെ ഇൻവെസ്റ്റ്. അതിലൂടെ എനിക്ക് 13 ലക്ഷം വരിക്കാരെ കിട്ടി, അല്ലെങ്കിൽ ഫോളോവേഴ്സിനെ കിട്ടി എന്നുള്ളതും കുറേ എന്താ പറയുക, ഈ ഒരു ഭീമമായിട്ടുള്ള കോർപ്പറേറ്റ് കമ്പനികൾ നല്ല രീതിയിൽ ഹൈലി കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവർക്ക് കിട്ടിയതും ഇതുപോലെ 13-14 ലക്ഷം സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു യുദ്ധമായിരിക്കാം മേ ബി എന്നാണ് എനിക്ക് അങ്ങോട്ടേക്കൊന്നുമില്ല. പക്ഷേ എൻ്റെ ഈ ഒരു വളർച്ച ഇഷ്ടപ്പെടാത്ത മേ ബി അത് അവരുടെ ഗ്രോത്തിനെ ബാധിച്ചേക്കാം എന്നതുകൊണ്ട് എന്നെ അടിച്ചമർത്തുക എന്നതുകൊണ്ടായിരിക്കാം ഇങ്ങനെ എൻ്റെ ഈ ഒരു മേലേക്ക് വരുന്ന ഈ ഒരു ആരോപണങ്ങളൊക്കെ. വിദ്യാഭ്യാസ പ്ലാറ്റ്ഫോമുകൾ തമ്മിലൊരു തർക്കം അല്ലെങ്കിൽ അവർ തമ്മിലൊരു മത്സരമായിരിക്കോ, അങ്ങനെ അതിന് കാരണമെന്ന് കരുതുന്നുണ്ടോ? ചോദ്യം മനസ്സിലായല്ലോ. പിന്നെ മറ്റുള്ള എഡ്യൂക്കേഷണൽ പോർട്ട്സ് ഉണ്ടല്ലോ, ഈ ഓൺലൈൻ പോർട്ടൽ, അവർ തമ്മിലൊരു മത്സരം ആണ് ഇതിന് കാരണമെന്ന് കരുതുന്നുണ്ടോ താങ്കൾക്കെതിരെ പരാതിക്ക് പിന്നെ? അതെ, എൻ്റെ വളർച്ചയെ ഇഷ്ടപ്പെടാത്ത മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുടെ ഒരു പിന്നിലൂടെയുള്ള കളിയാവാനാണ് സാധ്യത എന്നാണ്. കാര്യം ഇത് എനിക്ക് നേരത്തെ ഒരു അനോണിമസ് ആയിട്ട് എനിക്കൊരു മെസ്സേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു. MS സൊല്യൂഷനെ എന്നെ വിളിക്കുന്ന ഒരാളാണ്. MS നീ സൂക്ഷിച്ചോ, ഈ ക്രിസ്മസ് എക്സാമിന് നിന്നെയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്, ഈ പ്ലാറ്റ്ഫോം നിന്നെയാണ്, ഞാൻ പറയുന്നില്ല ഇപ്പോൾ കാര്യം അത് മൊഴി കൊടുക്കുമ്പോൾ ഞാൻ എന്തായാലും വരുന്ന സാറോട് ഞാൻ പറയും, നിന്നെയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. നിന്നെ വിശ്വസിക്കുന്ന കുട്ടികൾക്കും രക്ഷിതാക്കളുടെയും ഉള്ളിലുള്ള വിശ്വാസം എങ്ങനെ കുറയ്ക്കാൻ പറ്റുമോ ആ ട്രസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കളികൾ തുടരും. അത്രയും ഒരു ഡിഗ്രേഡിങ് ടീമാണ് ഇത് ഏറ്റെടുത്തിരിക്കുന്നത്, നീ സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അന്നപ്പോൾ അത് കാര്യമാക്കിയില്ല, ഫ്രണ്ട്ലി ടോൾക്കായിരുന്നു. പക്ഷേ അതിപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് സാർ. ഇപ്പോൾ എന്തായാലും പിന്നെ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചിരിക്കുന്നത് നിങ്ങളിത് വരും. അപ്പോൾ നിങ്ങൾ പൂർണ്ണമായി കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ട്? അത് തീർച്ചയായിട്ടും നിയമ നടപടികളുമായിട്ട് സഹകരിക്കുക എന്ന് പറയുമ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് എന്തൊക്കെ അവർക്ക് വേണോ അതൊക്കെ ഞാൻ കൊടുക്കാൻ റെഡിയാണ്. കാര്യം എൻ്റെ നിരപരാധിത്വം ഇപ്പോൾ തെളിയിക്കേണ്ടത് എൻ്റെയും കൂടി ആവശ്യമാണ്. ഇത്രയും മീഡിയകളിലും കേരളം ഒട്ടാകെ കുട്ടി 44 ലക്ഷം വരുന്ന ഇവൻ 8ാം ക്ലാസ്സിലെ 9ാം ക്ലാസ്സിലെയും കുട്ടിയടക്കം MS സൊല്യൂഷൻ പേപ്പർ ചോർത്തി. അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് അതൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചോർത്തുക എന്ന് പറയുന്നത് തന്നെ ഒരു അനീതിയാണ്, ഒരു നീതിയില്ലായ്മയാണ്. അപ്പം ഞാനത് ചോർത്തി എന്ന് പറയുമ്പോൾ ഞാൻ അനീതി കാണിച്ചു എന്നാണല്ലോ. അപ്പം ഞാൻ ഇത്രയും നിഷ്കളങ്കമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്തിട്ടും എൻ്റേതായ റിസൾട്ട് എനിക്ക് കിട്ടുന്നില്ല. ആ റിസൾട്ടിനെ കൃത്യമായി ഡൈല്യൂട്ട് ചെയ്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രീതിയിൽ സംസാരിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല സാർ. ഈ സൈലത്തിൻ്റെ പേരാണ് താങ്കൾ എടുത്ത് പറഞ്ഞത്, ഈ പ്രത്യേകിച്ച് കെമിസ്ട്രി ഉൾപ്പെടെയുള്ള. സൈലം മാത്രം എന്ന് ഞാൻ പറയുന്നില്ല, സൈലം പോലെയുള്ള. അതുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം ഈ ഒരു പ്ലാറ്റ്ഫോമുകളുടെ പേരാണോ? പേരല്ല പറയാനല്ല, അവർക്ക് അല്ലെങ്കിൽ ഒരു സംശയം ഉന്നയിക്കാൻ കാരണം എന്താ അവർക്കെതിരെ? കാര്യം ഞാനിപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് തന്നെ സാർ ഡിസംബർ മുതലാണ് ചോരുന്നത് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഡിസംബർ മുതലാണ് ഞാൻ മറ്റ് പ്ലാറ്റ്ഫോമുകളെ കോപ്പി അടിക്കാൻ തുടങ്ങിയത്. അപ്പോഴാണ് ഈ ചോർച്ച വന്നത്. ഇതിനു മുന്നേ അവരുടെ ആ പറയപ്പെടുന്ന കഴിഞ്ഞ വർഷത്തെ 2023 ഓണപരീക്ഷയ്ക്കും ഇതുപോലെ തലേ ദിവസം ആ വർഷം വരെ 2023 വരെ ചോദിക്കാത്ത ചോദ്യങ്ങൾ ക്രിസ്മസ് കെമിസ്ട്രിയും അതുപോലെ +1 +2 ഒക്കെ അവരുടേത് പിറ്റേ ദിവസം ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. അവർ തന്നെ അത് എഡിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ പറഞ്ഞതേ വന്നിട്ടുള്ളൂ, സൈലം പറഞ്ഞതേ വന്നിട്ടുള്ളൂ, മറ്റ് പ്ലാറ്റ്ഫോം അവർ പറഞ്ഞതേ വന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ഇതിങ്ങനെ വ്യൂവേഴ്സ് അവർക്ക് കൂടുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആസ് എ യൂട്യൂബർ ഞാനും അത് കൂട്ടാൻ ശ്രമിക്കുമല്ലോ. നിങ്ങൾ കോപ്പി അടിച്ചെന്ന് പറയാൻ പറ്റും. ഞാൻ മറ്റ് ചാനലുകളെ കോപ്പി അടിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ട്രിക്ക് പഠിച്ചത്. അതിലൊരു പ്രഡിക്ഷൻ എന്ന വാക്ക് കൊണ്ടുവന്നത് ഞാനാണ്. അതിന് മുന്നേ അവർ പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ അവരുടേത് 100% ഷുവർ ക്വസ്റ്റ്യൻ എന്നായിരുന്നു അവരുടെ വാക്ക്. നിങ്ങൾക്കെതിരെ ആരോപണം വരുന്നത് കൊണ്ട് അവർക്കെതിരെ ബദൽ ആരോപണം ഉന്നയിക്കുന്നതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് സംശയങ്ങളുണ്ട് ആ വിഷയത്തിൽ? തീർച്ചയായിട്ടും അത് സംശയങ്ങൾ ഇപ്പം മീഡിയകൾക്കും സംശയമാണല്ലോ MS സൊല്യൂഷൻ ചോർത്തിയോ. അതുപോലെ MS സൊല്യൂഷൻസിന് സംശയം മറ്റു ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ചോർത്തിയോ എന്നുള്ളതാണ്. ഞാൻ അവരുടെ മേലേക്ക് ഇടുകയല്ല കേട്ടോ. കാര്യം എനിക്കെങ്ങനെ ക്വസ്റ്റ്യൻസ് കിട്ടി, ഞാൻ അവരുടേത് കോപ്പി അടിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ പ്രവചനം ശരിയായിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്ത മെത്തേഡിൽ എവിടെയോ ഈ ചോർച്ച സംഭവിച്ചിട്ടുണ്ടെന്നാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് ചാനലുകളിൽ കൂടിയും എന്നെപ്പോലെ സമഗ്രമായ രീതിയിൽ മറ്റ് യൂട്യൂബ് ചാനലുകളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം, അത് ചെറുതാവട്ടെ വലുതാവട്ടെ ഏത് പ്ലാറ്റ്ഫോം ആണെങ്കിലും, എഡ്യൂക്കേഷണൽ യൂട്യൂബ് ചാനൽ ആണെങ്കിൽ തീർച്ചയായിട്ടും അവർ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ, അവർ തലേ ദിവസം ലൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ചാനലുകളിലൊക്കെ സമഗ്രമായ രീതിയിൽ കേസ് അന്വേഷണം ഒരേപോലെ കൊണ്ടുപോകണം എന്ന് എനിക്ക് പറയാനുള്ളൂ. ഈ വിദ്യാഭ്യാസ മന്ത്രി അടക്കം താങ്കളുടെയും അല്ലെങ്കിൽ MS സൊല്യൂഷൻ്റെ പേര് എടുത്ത് പറഞ്ഞാണ് പറഞ്ഞത്. എന്തെങ്കിലും വിഷമം തോന്നുന്നുണ്ടോ? പിന്നെ വിഷമമില്ലാതിരിക്കുമോ? കാര്യം എനിക്ക് എൻ്റെ ഉപ്പയും ഉമ്മയും അടക്കം, എൻ്റെ സ്വന്തം ജീവൻ അറിയുന്ന ഉപ്പക്കും ഉമ്മക്കൊന്നും ഇപ്പോൾ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എനിക്കടക്കം. കാര്യം ഞാൻ പേപ്പർ ചോർത്തിയെന്നാണല്ലോ പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, നിയമ നടപടിയായിട്ട് സഹകരിക്കാൻ ഞാൻ റെഡിയാണ്.
എൻ്റെ ഇക്കാക്കരെ ഇപ്പോൾ ഗൾഫിലുള്ളത് വിളിച്ചിട്ട് ഇങ്ങനെ ഇവിടെ ഉള്ളത് ഫുഡ് കഴിച്ചു ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം എനിക്കിത് സത്യം പറഞ്ഞാൽ ഞാൻ ഉള്ളത് പറയാലോ, ഞാൻ കടൽ തീരത്ത് പോയി ഇരുന്നിട്ടുണ്ട്. ഇത് എങ്ങോട്ടാണ് പോകുന്നത് എനിക്കറിയില്ല. ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ രണ്ടാമത്തെ തവണ, കാര്യം എനിക്ക് സത്യം പറഞ്ഞാൽ മെൻ്റലി പെട്ടെന്ന് ഡിപ്രഷൻ വരും. കാര്യം ഞാൻ ഒരുപാട് കഷ്ടപ്പാട്, എനിക്ക് ജന്മന എൻ്റെ കാലിനൊരു പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ആ കാരണത്താൽ ഞാൻ ഈ 21 വയസ്സിൽ ഞാൻ കട്ടുമ്പോൾ കിടക്കുമ്പോൾ എൻ്റെ ഉമ്മയാണ് എന്നെ ബാത്റൂമിലേക്ക് കൊണ്ടുപോയതൊക്കെ. അത്രയ്ക്ക് ടെൻഷനിലൂടെ ഞാൻ പോയിട്ടും എന്നെ നല്ല രീതിയിൽ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്ന ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ കർശനമായിട്ട് അന്വേഷിക്കണം. അത് അന്വേഷണം എവിടം വരെ പോകുമോ അതിൻ്റെ റിസൾട്ട് എനിക്ക് അറിയണം സാർ. എൻ്റെ പേരല്ല, എനിക്ക് മറ്റ് യൂട്യൂബ് ചാനലുകളുടെയും ഉള്ളിലേക്ക് കേസ് അന്വേഷണം പോയിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയണം സാർ.